എല്ലാവർക്കും അങ്ങനെ ഒരു തങ്ങൾ വന്ന് കുറ്റി അടിച്ചാൽ റാത്തായി. അൽഹംദുലില്ലാ നമ്മളോ ഇനിയിപ്പോൾ ഒരു കുറ്റി പഠിച്ചിട്ട് കയറണില്ലെങ്കിലോ ആ തങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ തങ്ങൾക്ക് കുഴപ്പം. നാളെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഒരു ഭക്ഷണത്തിന് കൊണ്ട് ഒരു പരിക്ക്. ആ ഭക്ഷണത്തിന് കൊണ്ടുപോയപ്പോൾ ഇയാൾ പറഞ്ഞു, തങ്ങളപ്പാ നമ്മളിപ്പോൾ നിങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുവന്ന് വെറും ഭക്ഷണം തരാൻ വേണ്ടിയല്ല, നമ്മൾ ഈ പോരണ്ടാക്കിയിട്ട് 5-6 മാസമായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റ കച്ചവടം നടക്കണില്ല, ഒറ്റൊന്നും കച്ചവടം നടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഒരു ചികിത്സക്കാർ ഏതൊരു ചങ്ങായി ഓൻ്റെ അടുത്ത് പോയപ്പോൾ ഓൻ പറഞ്ഞ് പോരൻ്റെ അളവൊന്ന് നോക്കണമെന്നാണ്. പോരക്ക് 3 അളവുണ്ട്: ഉത്തമം, മധ്യമം, അധമം. 3 അളവുണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ, ബാക്കിക്ക് വേറെ പൈസ വരണം. നോക്കിങ്ങനെ കണ്ണടിക്കുക അല്ലേ? ഉത്തമം, മധ്യമം, അധമം 3 അളവുണ്ട്. ഉത്തമത്തിലാണെങ്കിൽ കുഴപ്പമില്ല, മധ്യമത്തിലാണെങ്കിൽ ഏകദേശം അഡ്ജസ്റ്റ്മെന്റ് പോകും, അധമത്തിലാണെങ്കിലോ കട്ട പോകാൻ ഒറ്റ കച്ചവടം നടക്കൂല. മറ്റേ മധ്യത്തിലാണെങ്കിൽ ഇടക്കൊക്കെ ഓരോ കച്ചവടം നടക്കും. അപ്പൊ ഇയാൾ ഇവന്റെ പോര ഒന്ന് അളന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഉത്തമത്തും മധ്യത്തുമെന്നാണ് വിട്ടും ചെയ്തിക്കണ്, അധമത്തൊക്കെ എത്തിയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടാ. ഉത്തമത്തൊക്കെ എത്തണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടണം, ഇല്ലെങ്കിൽ മധ്യത്തിലാണെങ്കിൽ കുറച്ച് കുറക്കും വേണം. എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം പൊളിച്ചണം എന്ന് പറഞ്ഞ ഇയാൾ സുബ്ഹാനല്ലാഹ്. നിലവിൽ ഇപ്പോൾ അയാൾക്ക് 5 ലക്ഷം കടമുള്ളൂ. പക്ഷെ പൊളിച്ച് മാറ്റാൻ പറഞ്ഞതോ LED ബൾബ് തോനെ വെച്ച സ്ഥല അങ്ങനെയുണ്ട്. അപ്പൊ അത് പൊളിച്ച് മാറ്റണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ചിലവാ. അപ്പൊ 5 3 8, പിന്നെ ഈ ചങ്ങായിക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഞാൻ പറയണില്ല. അപ്പൊ അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇവങ്ങനെ ഇതിലിങ്ങനെ ആകെ കൺഫ്യൂഷനായി നിൽക്കുക. അപ്പോഴാണ് അവിടെ ഒരു സ്വലാത്ത് വാർഷികം വരുന്നത്. അപ്പൊ എന്നാൽ തങ്ങൾക്ക് ചിലവ് അമ്മോടെ തന്നെ. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കുക, പിന്നെ അപ്പോൾ ജോലിർത്ത് വാ, നമ്മൾ 2-3 കാര്യം ചോദിക്കട്ടെ. ഞാനോട് കറക്റ്റ് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നഫ്സിനോട് ചോദിക്കണ്ട, ഞാൻ ചോദിക്കണമൊക്കെ റെഡിയാണെന്ന് വെച്ചാൽ. അപ്പോൾ പ്രശ്നത്തിന് പരിഹാരമാവും. അങ്ങനെ ഇവന് ഓതൊക്കെ എടുത്ത് നമ്മുടെ കളവ പറയാൻ പാടില്ല. ഞാൻ ഉസ്താദെ സത്യം പറയുള്ളൂ. ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ ഇന്ന് സുബൈ സ്കെച്ചോന്ന് ചോദിച്ചു. ഇന്ന് സ്കെച്ചില്ല ഉസ്താദെ. ഇന്നലെ വെച്ച് ഇന്നലെ നിസ്കരിച്ചില്ലാണ്. മിനിഞ്ഞാന്ന് വെച്ച് ഞാൻ നിസ്കരിച്ചില്ല. പിന്നെ എന്ന് നിസ്കരിച്ചോ? ഞാൻ കുടിയിരിക്കല്ല നിസ്കരിച്ചാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ അളവ് ഇപ്പം ഞാൻ അളക്ക് വെച്ചു. അല്ല, അന്നൊന്നും മദ്യത്തിൽ കൊണ്ടുവരണല്ലോ. എന്നു നിസ്കരിച്ചാണെങ്കിൽ ഉത്തമത്തിലാണ്, ഇടക്ക് നിസ്കരിച്ചാണെങ്കിലും മദ്യത്തിലാണ്, തീരെ നിസ്കരിച്ച അതമച്ച് പദമത്തിലുള്ളത്. അതുകൊണ്ട് പോര അളക്കണതിന് മുമ്പ് അന്നെ നടക്കണം എന്നാണ് തീരുമാനമായി. നിങ്ങൾ നാളെ നോക്കാണേ, അല്ല നിങ്ങൾ നാളെ നോക്കി. നിങ്ങളെ ഇതിങ്ങനെ ദ്വേർക്കാൻ പറയും ലിസ്റ്റിൽ. പഠിച്ചോനെ എനിക്ക് പുരപ്പണി പൂർത്തിയാവണം, ദ്വേർക്കണം. ഈ ദ്വ കഴിഞ്ഞ് പുര കയറ്റി കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം സ്വലാത്ത് വാർഷികത്തിനാലും ആ പുര വിൽക്കാനാ ദ്വേർക്കാൻ പറയണേ. കാരണം എന്താ? അത്രയും ലോൺ എടുത്തുക്കണം, അത്രയും ലോൺ എടുത്ത്. ഇവിടെ ഇപ്പോൾ മൊബൈൽ തന്നെ ലോണത്തിലാണ്, മൊബൈൽ തന്നെ ലോണാണ്. iPhone 17 ഇറങ്ങിയോ ഓനെ എന്ത് മറുപടി അങ്ങനെ കുടുങ്ങിച്ചിട്ട് ഉണ്ടാകത്തിരിക്കാമോ അല്ലേ? സുബ്ഹാനല്ലാഹ് 16 നോക്കി ഇന്ന് എല്ലാ സാധനവും എന്തും മാറ്റി പലിശരഹിത വായ്പ എന്നാണ് കേട്ടാൽ മണ്ടി ചെല്ലുക. 1000 റുപ്യ അതിൻ്റെ ഒരു എഴുത്തൂലുണ്ട്, അതന്നെ മതി വിളിക്ക്. നിങ്ങൾ അതിൻ്റെ പേരെത്താ എത്തൂല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവനിതിങ്ങനെ നിൽക്കുക, പൊളിച്ചാൽ നിൽക്കുക. അപ്പം ആർക്ക് കേട്? പൊരൻ്റെ അളവോ കേട് എൻ്റെ അളവ്? ഞാൻ പൊരൻ്റെ അളവ് നന്നാക്കണേ മുമ്പ് എൻ്റെ അളവ് നന്നാക്കണം. എപ്പോഴും നമ്മളിങ്ങനെ കാലത്തിനെ കുറ്റം പറയും. വൽ ഐബു ഫീനാ, കേട് നമ്മളില. വമാലി സമാനിനാ ഐബുൻ സിവാനാ, കാലത്തിനും ദിവസത്തിനും ഒരു കൊല്ലത്തിനും ഒരു കുഴപ്പമില്ല.